ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മഹേന്ദ്ര സാറും ലക്ഷ്മിയും പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്രിക വിഷമത്തോടെ ഇരിക്കുകയാണ്. അവർ രണ്ടുപേരും അതേപോലെ തന്നെ കാറിൽ വിഷമത്തോടെയാണ് അവർ രണ്ടാളും യാത്രയാകുന്നത്. പിന്നെ മലർ കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്, അമ്മേ അമ്മേ, എന്താ മോളെ? മുത്തശ്ശൻ പറഞ്ഞല്ലോ എന്നോട് അവരാ എൻ്റെ ശരിക്കുള്ള മുത്തശ്ശനും മുത്തശ്ശിയെന്ന്. അത് സത്യമാണോ അമ്മേ? പറയാമ്മേ, അവരാണോ എൻ്റെ ശരിക്കുള്ള മുത്തശ്ശനും മുത്തശ്ശിയും? അത് കേട്ട് ചന്ദ്രിക വിഷമത്തിലായി. എന്നാലും ചന്ദ്രിക പറഞ്ഞു, അതേ മലർ. പിന്നെ എന്തിനാ അമ്മേ നമ്മൾ ഇവിടെ നിൽക്കുന്നത്? മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വീട്ടിലേക്ക് നമുക്ക് പോകാം. ചന്ദ്രിക മലറിനോട് പറയാണ്, നമുക്കിവിടെ പോകാൻ പറ്റില്ല മലർ, നമ്മൾ ഇവിടെ തന്നെ വേണം. മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് പോയാൽ എന്താ അമ്മേ? അപ്പോൾ ചന്ദ്രികയ്ക്ക് വല്ലാത്ത വിഷമമായി. എൻ്റെ ചന്ദ്രിക പറയാണ്, നമ്മളെ അംഗീകരിക്കാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ ഒരിക്കലും പോയി ഇരിക്കാൻ പാടില്ല. ലക്ഷ്മി അപ്പോൾ വണ്ടിയിൽ നിന്നും ഓർക്കുകയാണ്. ചന്ദ്രിക വന്നിട്ട് പറയുന്നു, സാർ ഇതൊക്കെ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകണം. അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ്, എന്താ ചന്ദ്രിക ഇത്? കുഞ്ഞിന് വേണ്ടി കൊണ്ടുപോകുന്നതല്ലേ ഇതൊക്കെ ഇനി ഞങ്ങൾക്ക് തന്നെ തിരികെ തരുന്നത് ശരിയാണോ ചന്ദ്രികയെ? എൻ്റെ കുഞ്ഞിന് ആവശ്യമുള്ളത് എനിക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയും. പിന്നെ ലക്ഷ്മി പറയാണ്, മലറിന് വേണ്ടി ആശയോടെ ഈ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയതാ. എന്നാൽ ചന്ദ്രിക മലറിനെ ഇത് തൊടാൻ പോലും അനുവദിച്ചില്ലല്ലോ. മഹേന്ദ്ര സാർ പറയാണ്, ചന്ദ്രികയ്ക്ക് നമ്മളോട് അത്രയും ദേഷ്യ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നതൊന്നും മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥ അവൾക്കില്ലാത്തത്. മലർ, ആരെയും വിചാരിച്ച് നീ കരയേണ്ട, നിനക്ക് അമ്മയായിട്ട് ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് സാരി തുമ്പെടുത്ത് മുഖമൊക്കെ തുടച്ചു കൊടുക്കുകയാണ് മലറിന്. എനിക്ക് നീയുണ്ട്, അത് മതിയടാ, നമുക്ക് വേറെ ആരുമില്ല, മനസ്സിലായോ? അമ്മേ, എനിക്ക് സ്കൂളിൽ പോകണം അമ്മേ. അമ്മ നാളെ തന്നെ ഇവിടെയുള്ള നല്ല സ്കൂളിൽ മോളെ ചേർക്കാം. നീ നന്നായിട്ട് പഠിക്കണം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഏത് സ്കൂളായാലും കുഴപ്പമില്ല. അമ്മേ, ഞാൻ ഇവിടുത്തെ സ്കൂളിലൊന്നും പോവില്ല. മലർ, വാശി പിടിച്ച അമ്മയ്ക്ക് ദേഷ്യം വരും, അറിയാലോ നിനക്ക് എന്നെ. പിന്നെ എൻ്റെ കയ്യിൽ നിന്നും അടി വാങ്ങിക്കാതെ നോക്കോ. പിന്നെ ലക്ഷ്മി പറയാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഏട്ടാ. എന്നാൽ ഒരു കാര്യം, രക്തബന്ധം ഒരിക്കലും വിട്ടു പോവില്ലേട്ടാ, എനിക്കത് വിശ്വാസമുണ്ട്. എന്നാൽ ചന്ദ്രിക ഏതോ ദേഷ്യത്തിലാണ് നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത്. ഉറപ്പായിട്ടും ഒരു ദിവസം അവളുടെ മനസ്സ് മാറും. തീർച്ചയായിട്ടും ഒരു ദിവസം ചന്ദ്രികയും മലരും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരും. അതെ ലക്ഷ്മി, ചന്ദ്രികയും മലരും എന്നാണോ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്, അന്ന് മാത്രമേ നമുക്ക് സന്തോഷം തിരികെ കിട്ടുകയുള്ളൂ. മലർ, ഇങ്ങനെ കരയാതെടാ എന്ന് പറഞ്ഞ് മലറിനെ അവളുടെ മടിയിൽ കിടത്തുകയാണ്. പിന്നെ മഹേന്ദ്ര സാർ ലക്ഷ്മിയോട് പറയാണ്, ഇത്രയും ദുഃഖത്തിലും എനിക്കൊരു സന്തോഷമുണ്ട് ലക്ഷ്മി. എന്താ ഏട്ടാ? നമ്മളാണ് അച്ഛനും അമ്മയും എന്ന് മനസ്സിലായിട്ടും നമ്മുടെ പണത്തിനും സ്വത്തിനോടും ഒന്നും അവൾക്ക് തീരെ ആഗ്രഹമില്ല. അവളുടെ ആത്മാഭിമാനം വിട്ടുകൊടുക്കാതെ തൻ്റെ ഇടത്തോടെ നിൽക്കുക. ചന്ദ്രികയെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമാണ് ലക്ഷ്മി. സത്യ ഏട്ടാ, ചന്ദ്രികയെപ്പോലെ ഒരു മകളെ കിട്ടാനായിട്ട് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്തോ പുണ്യം ചെയ്തിരിക്കണം. അതേസമയം മലർ ചന്ദ്രികയുടെ മടിയിൽ കിടന്ന് ഉറങ്ങി. ചന്ദ്രിക ഏതോ ലോകത്താണ്. പിന്നെ കാണിക്കുന്നത് മനീഷ് വണ്ടിയുമായി പോവാണ്. വണ്ടിയിൽ ഫോട്ടോ തൂക്കിയിട്ടുണ്ട്, 3 പേരുടെയും ഫോട്ടോ. എന്നിട്ട് മനീഷ് ഓടുന്ന വണ്ടിയിൽ തന്നെ ആ ഫോട്ടോ നോക്കിയിട്ട് പറയാണ്, നമ്മൾ എന്നാണ് ഒന്നിച്ച് ആവുന്നത് എന്നറിയില്ല, പക്ഷേ എത്രയും പെട്ടെന്ന് നമ്മൾ ഒന്നിക്കും. എനിക്ക് ആ വിശ്വാസം ഉറപ്പായും ഉണ്ട്. മനീഷ് ചിരിച്ചുകൊണ്ട് ചിന്തിക്കുകയാണ്, എന്നെ വിശ്വാസമില്ലെങ്കിൽ ഇത്രയും പണം എന്നെ ഒരുമിച്ച് ഏൽപ്പിക്കുമോ? ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് സീനിയേഴ്സ് ഉള്ളപ്പോൾ എന്നെ വിശ്വസിച്ച് 20 ലക്ഷം രൂപ തന്നിട്ടുണ്ട് എങ്കിൽ എന്നോടുള്ള വിശ്വാസമല്ലേ അതിന് കാരണം. അങ്ങനെ മനീഷും കാറും ഒരിടത്തെത്തി. അപ്പോൾ ആ വഴിയിലാണ് മേഘയുടെ അച്ഛൻ, ചന്ദ്രൻ അച്ഛൻ ചായയും കുടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് ഒരു ചെറിയ തട്ടുകടയിൽ നിന്ന്. അപ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ മനീഷിൻ്റെ വണ്ടി കണ്ടപ്പോൾ ഫോൺ എടുത്ത് വിളിക്കുകയാണ്. ഒരു ഓട്ടോക്കാരനെയാണ് വിളിച്ചത്. ചേട്ടാ പറ, പാർട്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി. ഒരു 10 മിനിറ്റിനകം അവിടെ എത്തും. നീ റെഡിയല്ലേ? ഞാൻ റെഡിയാ ഏട്ടാ. പാർട്ടിയെ കണ്ട ഉടനെ തന്നെ ഞാൻ എനിക്ക് ഒരു മിസ് കോൾ ചെയ്യാം. നീ അപ്പം തന്നെ പുറപ്പെട്ടാൽ മതി. ശരി ഏട്ടാ. മനീഷിൻ്റെ വണ്ടി വിട്ട ഉടൻ തന്നെ ചന്ദ്രൻ അച്ഛൻ മിസ് കോൾ ചെയ്തു. ഓട്ടോക്കാരൻ നേരെ വന്ന് കാറിന് ഓപ്പോസിറ്റായിട്ട് അവിടെ ക്രോസ് ചെയ്ത് നിന്നു. അപ്പോൾ മനീഷ് അതിൽ നിന്നും ഇറങ്ങി. എടോ, ഏയ്,
ഓട്ടോക്കാരനോട് മനീഷ് ഇറങ്ങിയിട്ട് ചോദിക്കുകയാണ്, എടോ എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നേ? ഓട്ടോ കൊണ്ടുവന്ന് കാറിലിടിച്ചിരിക്കുന്നു. കാറിൻ്റെ ഹെഡ്ലൈറ്റ് പൊട്ടിയത് കണ്ടോ? സാർ, ഞാൻ മര്യാദയ്ക്കാ വന്നേ. നിങ്ങളാണ് ഓവർ സ്പീഡിൽ വന്ന് ഇടിച്ചത്. എടോ താൻ കൊണ്ടുവന്ന് ഇടിച്ചിട്ട് എന്നെ കുറ്റം പറയുന്നോ? മര്യാദയ്ക്ക് കാറിൻ്റെ ഹെഡ്ലൈറ്റ് ശരിയാക്കിയിട്ട് ഇവിടുന്ന് പോയാൽ മതി. അതിന് നീ വേറെ ആളെ നോക്ക്. തെറ്റ് തൻ്റെ തന്നെയാണ്. അവർ പിന്നെ സംസാരത്തിലേർപ്പെട്ടു. ആ സമയത്താണ് ചന്ദ്രനച്ഛൻ അവിടെ എത്തിയത്. അയാൾ മെല്ലെ കാറിൻ്റെ ഡോറ് തുറന്നു. എന്നിട്ട് ഫോട്ടോ കണ്ടിട്ട് ചിന്തിക്കുകയാണ്, നിനക്ക് എത്ര അഹങ്കാരം ഉണ്ടായിട്ടാ നീ എൻ്റെ മോളെ തന്നെ വേണം എന്ന് ചിന്തിക്കുന്നത്? അയാൾ പിന്നെ മെല്ലെ ഡോറ് തുറന്നിട്ട് ആ ഫോട്ടോ വലിച്ചെടുത്തു. അതിനുശേഷം പണവും പെട്ടിയും അതും കൈക്കലാക്കിയിട്ട് മെല്ലെ ഇറങ്ങുകയാണ്. അപ്പോഴേക്കും അവർ രണ്ടുപേരും നല്ല സംസാരത്തിലാണ്. അയാൾ രണ്ട് സാധനം എടുത്തിട്ട് മെല്ലെ വണ്ടി വിട്ടു, സ്കൂട്ടർ വിട്ടു. അപ്പോൾ ഓട്ടോക്കാരൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, അയാൾ സാധനം എടുത്ത് വണ്ടി വിട്ടിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, സാർ, രണ്ടാളെ ഭാഗത്തും തെറ്റുണ്ട്. 50-100 രൂപയ്ക്ക് ഓട്ടോ ഓടിക്കുന്ന ആളാണ് ഞാൻ സാർ. എൻ്റെ എവിടുന്നാ സാർ കാശ്? കൂടുതൽ സംസാരിക്കണ്ട, എടുത്തുകൊണ്ട് പോയിക്കോ. അത് ഞാൻ നോക്കിക്കോളാം. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പൊട്ടിയത് നോക്കിയിട്ട് മനീഷ് പറയാണ്, രാവിലെ ആരെ കണിയാണ്ടാണ് ഇറങ്ങിയതെന്നറിയില്ല. ബ്രോ, എന്ത് പറ്റി? രണ്ടുപേർ അതിലേ പോകുമ്പോൾ ചോദിക്കുകയാണ്. ഒന്നുമില്ല ബ്രോ, ഒരു ഓട്ടോക്കാരൻ വന്ന് ഇടിച്ചതാണ്. നേരെ വന്ന് ഹെഡ്ലൈറ്റാണ് ഇടിച്ചത്. ബ്രോ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ശ്രദ്ധിച്ച് തന്നെയാണ് വന്നത് ബ്രോ. ഹെഡ്ലൈറ്റ് എന്ത് ചെയ്യും? അത് സാരമില്ല, ഞാൻ പോയിക്കോളാം. അങ്ങനെ അതൊക്കെ പറഞ്ഞ് മനീഷ് വണ്ടിയിൽ വന്ന് കയറിയിരുന്നു. വണ്ടിയുടെ ഡോറൊക്കെ അടച്ച് സീറ്റ് ബെൽറ്റ് ഇടുന്ന സമയത്താണ് ശ്രദ്ധിച്ചത്, വണ്ടിയിലുണ്ടായിരുന്ന പണപ്പെട്ടി കാണുവാനില്ല. അയ്യോ, ഞാനിവിടെ വെച്ചിരുന്ന പണം എവിടെ പോയി? മനീഷ് വിഷമത്തോടെ തിരിഞ്ഞു പറഞ്ഞ് എല്ലാ ഭാഗത്തും നോക്കുകയാണ്. ഇതെവിടെ പോയി? ഞാൻ ഇവിടെയായിരുന്നല്ലോ വെച്ചത്. അതിനിടയിൽ അത് കാണാതായി പോവുകയും ചെയ്തോ? ഞാനിവിടെയാണല്ലോ വെച്ചിരുന്നത്, അതെവിടെ പോയി? എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അതെവിടെ പോയി? മനീഷ് പെട്ടെന്ന് ഡിക്കി തുറന്ന് നോക്കി. അതിനകത്തും ഇല്ല. പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ ഡോർ തുറന്ന് നോക്കുകയാണ്. അങ്ങേ സൈഡിലോ ഇങ്ങേ സൈഡിലോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. രണ്ട് ഭാഗത്തും കാണാഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഡോറൊക്കെ വലിച്ചടക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മേഘയോട് ഞാൻ ഇനി എന്ത് പറയും? പിന്നെ അതിനടുത്ത് തന്നെ ഒരു കരിക്ക് വിൽക്കുന്ന ആളെ കണ്ടു. അപ്പോൾ അയാളോട് വന്നിട്ട് ചോദിക്കുകയാണ്, ചേട്ടാ, ആ കാറിൽ നിന്നും ആരോ ഒരു ബാഗ് എടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടോ? ഇല്ല അനിയ, ഞാനത് ശ്രദ്ധിച്ചില്ല. ബാഗിൽ എന്താ ഉണ്ടായിരുന്നത്? അതിൽ പണമുണ്ടായിരുന്നു. എന്താ അനിയ ഇത്? പണമായിരുന്നെങ്കിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണ്ടേ? ശരി ചേട്ടാ, ഞാൻ വരട്ടെ. ശരി, നന്നായിട്ടൊന്ന് അന്വേഷിച്ചാൽ മതി, കിട്ടും. അല്ലെങ്കിലേ മേഘ എന്നോട് ദേഷ്യത്തില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നറിയില്ലല്ലോ. പിന്നെ സിദ്ധു ഒരിടത്തിരുന്ന് ചിന്തിക്കുകയാണ് ഇന്നലെ മലർ വിളിച്ച് സംസാരിച്ച കാര്യം. സിദ്ധു, മലർ മോളെ, നിനക്ക് സുഖമല്ലേ മോളെ? ഇപ്പം തന്നെ എനിക്ക് സിദ്ധുവിനെ കാണാൻ തോന്നുന്നു. ശരി മോളെ, ഉറപ്പായും ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുവരും കേട്ടോ. സത്യമായിട്ടും വരുമോ സിദ്ധു? ഉറപ്പായും ഞാൻ വരും മോളെ. അപ്പോൾ ജാനകി പിന്നിൽ നിന്നും പറയാണ്, നീ വീണ്ടും അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണോ? ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവളെ കാണാൻ പോകും. ഞാൻ പറയുന്നത് കേൾക്കാതെ നീ എവിടെ പോയാൽ നീ തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ വീട്ടിൽ ശവമായിട്ടേ ഉണ്ടാവും. സിദ്ധു ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ മേഘ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ സിദ്ധു? ചന്ദ്രിക നിന്നോടൊന്നും പറയാതെ ഗ്രാമത്തിലേക്ക് പോയെന്ന് തോന്നുന്നു. ഇനിയൊരിക്കലും ചന്ദ്രിക ഇങ്ങോട്ട് തിരിച്ചു വരില്ലെന്നാ തോന്നുന്നേ. ഞാൻ പറയുന്നത് ശരിയല്ലേ സിദ്ധു? മേഘ, നിൻ്റെ ജോലി എന്താണോ അത് മാത്രം നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് മേഘ പോയി. അതേസമയം മേഘയുടെ ചന്ദ്രനച്ഛൻ പണപ്പെട്ടിയുമായിട്ട് വണ്ടിയിൽ ഒരിടത്ത് വന്ന് നിർത്തിയിട്ട് മേഘയെ വിളിക്കുകയാണ് ഫോൺ എടുത്തിട്ട്. മേഘ ഫോണിൽ അച്ഛൻ്റെ നമ്പർ കണ്ടപ്പോൾ പറയാണ്, അച്ഛൻ വിളിക്കുന്നല്ലോ, ഫോണുമായി പുറത്തു പോകാൻ തോന്നും. മേഘ അപ്പുറം ഇപ്പുറം നോക്കി, ആരുമില്ല. പറഞ്ഞോളൂ അച്ഛാ. അച്ഛാ, മനീഷിൻ്റെ കാര്യം എന്തായി? ഞാനിട്ട സ്കെച്ച് മിസ്സാവുക മോളെ. ആ മഹേഷിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പണം തട്ടിയെടുത്തു. മേഘ സന്തോഷത്തോടെ ചിരിക്കുകയാണ്. സൂപ്പർ അച്ഛാ. ആരും കണ്ടില്ലല്ലോ അല്ലേ? ഒരു മനുഷ്യനും കണ്ടില്ല. മേഘ, ഇനി ഈ പണം എന്ത് ചെയ്യണം മോളെ? അത് അച്ഛൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഞാൻ ഈവനിങ് വരുമ്പോൾ വാങ്ങിച്ചോളാം. ശരി മോളെ. കുറച്ച് കഴിയുമ്പോൾ ആ മനീഷ് നിൻ്റെ മുമ്പിൽ വന്ന് കരയും, പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ്. മനീഷ് ഓഫീസിൽ വരട്ടെ, അപ്പം തന്നെ അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം. ആദ്യം അത് ചെയ്യും മോളെ. ശരി അച്ഛാ, ഞാൻ ഫോൺ വയ്ക്കാം. ശരി മോളെ. മേഘ പിന്നെ ഒന്നും സംഭവിക്കാത്തതുപോലെ അവളുടെ സീറ്റിൽ വന്നിരുന്നു. ഇടയ്ക്ക് സിദ്ധുവിനെ നോക്കുകയാണ്. പക്ഷേ സിദ്ധുവിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എക്സ്ക്യൂസ് മീ സാർ. യെസ്, കമ്മിങ്. സാർ, ഇന്ന് വാസൻഡേഴ്സ് കമ്പനിക്ക് 40 ലക്ഷം കൊടുക്കേണ്ടതുണ്ട്.
നമ്മുടെ കമ്പനി അക്കൗണ്ടിൽ ഷോർട്ടേജാണ് ക്യാഷ് സാർ. ഓക്കെ, നമ്മളിനി എന്ത് ചെയ്യും സാർ? അതെയോ മേഘ, ഒന്നിങ്ങോട്ട് വരൂ. പറയൂ സിദ്ധാർത്ഥ്. ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു 20 lakhs ക്ലെയിമായിട്ടുണ്ട്. ആ എമൗണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തായിരുന്നോ? ആ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് മനീഷ് പോയിരിക്കുക. ഇപ്പോൾ ഡെപ്പോസിറ്റ് ആയി കാണും സിദ്ധു. ഓ യെസ്, കുറച്ച് നേരം കൊണ്ട് തന്നെ ആ എമൗണ്ട് കമ്പനി അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ആയിക്കോളും. ആ എമൗണ്ട് ക്രെഡിറ്റ് ആയ ഉടൻ തന്നെ വാസൻ ട്രേഡേഴ്സ് കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ശരി, ഓക്കെ സാർ. ഓക്കെ മേഘ. അതൊക്കെ തുറന്ന് മനീഷ് പറയാണ്. സാർ, സിദ്ധു പറയാണ്. യെസ്, അകത്തേക്ക് വരൂ. പറഞ്ഞോളൂ മഹേഷ്, എന്താ കാര്യം? ആ എമൗണ്ട് ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്തായിരുന്നോ? മനീഷ് കരയാണ്. അപ്പോൾ സിദ്ധു പറയാണ്, മനീഷ് എന്താ കാര്യം പറയൂ. സാർ, എന്നെ ആരോ പറ്റിച്ചു സാർ. അതും പറഞ്ഞ് മനീഷ് സിദ്ധുവിനെ നോക്കുകയാണ്. സിദ്ധു വിഷമത്തോടെ മനീഷിനെ നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് ചന്ദ്രികയെ ഫോൺ വിളിച്ച് സിദ്ധു പറയാണ്, എന്നെ മലർ വിളിച്ചിരുന്നു. പറയണം സാർ. അവൾക്ക് അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല, എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞ്. ഞാൻ അവിടെ വന്ന് മലറിനെ ഒന്ന് കണ്ടോട്ടെ? വേണ്ട സാർ, ജാനകി മാഡം സാർ ഇങ്ങോട്ട് വരരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ചില്ലെങ്കിൽ മാഡം എന്തെങ്കിലും ചെയ്യും. ചന്ദ്രികയെ ഇനി എത്ര നാളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയന്നിരിക്കുന്നേ? എനിക്ക് വേറെ വഴിയില്ല സാർ. സാറിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ഒരിക്കലും ചെയ്യില്ല. അടിക്കടി സാർ എന്നെ ഇങ്ങനെ വിളിക്കരുത്. അടുത്തത് എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പേ ചന്ദ്രിക ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ സിദ്ധു വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചന്ദ്രികയെന്ന്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.